അത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ. മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മൊത്തമായിട്ട് എടുത്ത് മാറ്റണം, വോക്കൽ കോഡ് മൊത്തം എടുത്ത് മാറ്റണം, ശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാനും മോളും ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് 3 മണിക്കൂറോളം വായ അടക്കി വെക്കാതെ വചനവും ആ പ്രസംഗവും വായിച്ച് 3 മണിക്കൂർ അതന്നെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു അണുക്കൾ പോലും ഇല്ലാതെ അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞു. ജോൺ താരു ബ്രദേഴ്സും പറഞ്ഞു ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. 23 വർഷമായിട്ട് വീടില്ലായിരുന്നു, ഒരു കുടില് പോലത്തെ ഒരു വീട്ടിലാ താമസിച്ചത്. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. 1000 രൂപ പോലും ഞങ്ങളെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അനവധി സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ബ്രദർ പ്രാർത്ഥിക്കുന്ന വചനവും പ്രസംഗവും ഞാൻ അന്ന് തുടങ്ങി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകം ഒരുപാടുണ്ട് കയ്യിൽ. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്, നന്മകൾ കിട്ടുന്നതാണ്. ബ്രദറിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തി ഭയങ്കര ഇഷ്ടമാണ്. നീനാൻഡിയാണ്, കോഴിക്കോട് നിന്നാണ് ആൻറ്റി സാക്ഷ്യം പറയാൻ കടന്നു വന്നിരിക്കുന്നത്. 2020 ഞാൻ ജോൺ താരു ബ്രദറിന്റെ പ്രസംഗം യൂട്യൂബിലൂടെ കേട്ടു തുടങ്ങിയത്. 2020 കൊറോണന്റെ സമയത്ത് വൈകുന്നേരങ്ങളിൽ ബ്രദർ പ്രസംഗിക്കായിരുന്നു. ഒരു അരമണിക്കൂർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫോണില്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിലത്തെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൽ കാണിച്ചു തന്നത്. അങ്ങനെ എല്ലാ ദിവസവും അത് കണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരു വല്ലാതൊരു മനസ്സിന് തട്ടിപ്പോയി. ബ്രദറെ പ്രസംഗങ്ങളൊക്കെ വല്ലാതെ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഓരോ ദിവസവും കണ്ടു തുടങ്ങി. ഈ കർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവും വർദ്ധിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ജോൺ താരു ബ്രദേഴ്സും ഒരു ദിവസം പറഞ്ഞു ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. 23 വർഷമായിട്ട് വീടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്തിൽ നിന്ന് വീടും സ്ഥലവും പാസ്സായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അറിയിപ്പ് കിട്ടി. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 1000 രൂപ പോലും ഞങ്ങളെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. പിന്നെ ഈ വീട് പണി എങ്ങനെ തുടങ്ങുന്നുള്ള ഒരു ഇതുമില്ല. 2 ലക്ഷം രൂപയെ സ്ഥലത്തിന് തരുകയുള്ളായിരുന്നുള്ളൂ. വേറെ 2 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം. പക്ഷെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ബ്രദറിൻ്റെ പ്രസംഗം കേട്ട് പ്രാർത്ഥിച്ച് വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്കറിയാം എന്തെങ്കിലും വഴി ദൈവം തുറന്നു തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ദൈവം ഞങ്ങൾക്ക് സഹായം ലഭിച്ചു. തൊട്ടടുത്തൊരു കോൺവെന്റ് ആയിരുന്നു. ആ കോൺവെന്റിൽ നിന്ന് 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ തന്നു. പിന്നെ കിണർ കുഴിക്കാൻ പൈസ തന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അനവധി സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ വീട് പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 2021 വീട് പണി പൂർത്തിയായി. ആന്റി എത്ര നാളാണ് ഒരു കുടില് പോലത്തെ വീട്ടിലായിരുന്നു പറഞ്ഞത്? കുടില് ഇങ്ങനെ വാടകയ്ക്ക് കുറെ 4-5 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. 4-5 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. ഒരു കൊല്ലായിട്ട് ഒരു കുടില് പോലത്തെ ഒരു വീട്ടിലാ താമസിച്ചത്. എത്ര വർഷം അങ്ങനെ വീടില്ലാതിരുന്നു? വീട് 23 വർഷത്തോളം. 23 വർഷം വീടില്ലാതിരുന്നു. എന്നാൽ 2020 മുതൽ നമ്മുടെ ജോൺ ബ്രദറിന്റെ മെസ്സേജ് കേട്ടത് തുടങ്ങിയിട്ടാണ് എനിക്ക് വിശ്വാസവും സ്നേഹവും എന്തെല്ലാം എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് നമ്മുടെ വചനങ്ങൾ ഒത്തിരി അനുഗ്രഹമല്ലേ. ബ്രദർ പ്രാർത്ഥിക്കുന്ന വചനവും പ്രസംഗവും ഞാൻ അന്ന് തുടങ്ങി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. ബ്രദർ എന്ത് പറയുന്നത് അപ്പം പുസ്തകത്തിൽ എഴുതി വെക്കും. പ്രസംഗമൊക്കെ ഫുള്ള് പുസ്തകത്തിൽ എഴുതി വെക്കും. അന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകം ഒരുപാടുണ്ട് കയ്യിൽ. 25 വരെയുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട് കയ്യിൽ. 4-5 വർഷത്തോളമായിട്ട് ബ്രദറിന്റെ എല്ലാ മെസ്സേജുകളും എഴുതി വെക്കും. കരം അടിച്ച് അതിന് നല്ലൊരു കൈയടി കൊടുത്താട്ടെ. ആന്റി പറയുന്നത് ആന്റി അടുത്ത വീട്ടിൽ പോയി ജോൺ ബ്രദറിന്റെ മെസ്സേജ് കേൾക്കാനിടയായി. യൂട്യൂബിലൂടെ ബ്രദറിന്റെ സന്ദേശങ്ങൾ കേട്ടു. ആന്റി പറയുന്നത് 5 വർഷത്തോളമായിട്ട് ബ്രദറിന്റെ മെസ്സേജുകളെല്ലാം ആന്റി എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അന്ന് തൊട്ട് അത്ഭുതങ്ങൾ മാത്രമേ ആന്റിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ആൻറ്റി കാണാനിടയായി തീർന്നു. 23 വർഷം വാടകയ്ക്ക് പല വീടുകൾ മാറിയും തിരിഞ്ഞും താമസിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു കുടില് പോലത്തെ വീട്ടിലായിരുന്നു. എന്നാൽ 2020 വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2021 അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ലഭിച്ചു. ആൻറ്റി പറയുന്നത് പല വഴികൾ തുറന്നല്ലേ, പല വഴികളിലൂടെ സാമ്പത്തിക നന്മകൾ വന്നു, കിണർ കുഴിക്കാൻ നന്മകൾ വന്നു, വീട് വെക്കാൻ നന്മകൾ വന്നു. അങ്ങനെ 2021 വീട് പണി പൂർത്തിയായി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഭവനത്തിലാണ് ആൻറ്റി ആയിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടില് ഭർത്താവ്, ഞാനും മക്കള്, മോളും മോനും ഉണ്ട്. ആന്റി പറഞ്ഞിരിക്കുന്നത് വോക്കൽ കോഡിന്റെ സൗഖ്യം അത് ആർക്കുണ്ടായതാണ്? ഭർത്താവിന് 2021 ഉണ്ടായതായിരുന്നു. വോക്കൽ കോഡിനായിരുന്നു പ്രശ്നം വന്നത്. അത് ക്യാൻസർ ആയിരുന്നു.
ക്യാൻസർ ആയിരുന്നു. ക്യാൻസറാണ്. ഓക്കെ. അപ്പോൾ അത് പിന്നെ മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മൊത്തമായിട്ട് എടുത്ത് മാറ്റണം, വോക്കൽ കോഡ് മൊത്തം എടുത്ത് മാറ്റണം, ശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുപ്പര് സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ തലശ്ശേരി മലബാറിൽ പോയി. അവിടെ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, പക്ഷേ എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാനും മോളും ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് 3 മണിക്കൂറോളം വായ അടക്കി വെക്കാതെ വചനവും ആ പ്രസംഗവും വായിച്ച് 3 മണിക്കൂർ അതന്നെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് പിന്നെ വോക്കൽ കോഡ് എടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഗ്രോത്ത് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു അണുക്കൾ പോലും ഇല്ലാതെ അത് മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പറഞ്ഞു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് വോക്കൽ കോഡ് മുഴുവനായി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഈ ആൻറ്റിയും മക്കളും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൻറ്റി പറഞ്ഞത് എൻ്റെ ബ്രദറിൻ്റെ മെസ്സേജുകൾ വായിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സംഭവിച്ചത് വോക്കൽ കോഡ് റിമൂവ് ചെയ്യാതെ തന്നെ ആ ഗ്രോത്തിനെ റിമൂവ് ചെയ്യാൻ ഹോസ്പിറ്റലിന് സാധിച്ചു, ഡോക്ടേഴ്സിന് സാധിച്ചു. ഒരു അത്ഭുത വിടുതൽ അങ്കിളിനുണ്ടായി അല്ലേ? സംസാരിക്കാനൊക്കെ എങ്ങനെയുണ്ട്? സംസാരിക്കും. ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞിരുന്നത് പോലെ സംസാരശേഷിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. വോക്കൽ കോഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആമേൻ. കരം മേടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇതുപോലെ മറ്റു ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടല്ലേ? ഒത്തിരി എല്ലാ അന്ന് തുടങ്ങിയിട്ട് ചെറിയ അനുഭവങ്ങളൊക്കെ. എൻ്റെ മോൾ ടീച്ചറാണ്, അവൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെ പള്ളി ഏറ്റെടുത്ത് പഠിപ്പിച്ചു, അവൾക്ക് കേട്ടറ്റ് കിട്ടി. പിന്നെ അവളുടെ കല്യാണത്തിന് അതേമാതിരി ഒരു രൂപ പോലും കയ്യിലില്ലായിരുന്നു, ഒരു തരി സ്വർണമോ പൈസയോ ഒന്നും കയ്യിലില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്കറിയാം ദൈവം എന്തായാലും അത് നടത്തി തരും, ആവശ്യത്തിനുള്ള സ്വർണം തന്ന് ദൈവം നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ദൈവം ആ സമയത്ത് ഒക്കെ നടത്തി തന്ന ദൈവം എല്ലാം ഭംഗിയായിട്ട് ഞാൻ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട് ദൈവം പ്രവർത്തിച്ച്. വളരെ നന്ദിയോടെയാണ് അതൊക്കെ ഓർക്കുന്നത്. മകളുടെ വിവാഹം നടന്നതും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് സാമ്പത്തിക വഴികളും മാർഗങ്ങളും ഒക്കെ തുറന്ന് നടത്തിയെന്നാണ് ആൻറ്റി പറയുന്നത്. ആൻറ്റിക്ക് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് എന്താ ആൻറ്റി പറയാനുള്ളത്? എനിക്ക് ഈ മീറ്റിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്, നന്മകൾ കിട്ടുന്നതാണ്. ബ്രദറിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ മെസ്സേജ് അയച്ചു കൊടുക്കലും പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക ഈ വചനമൊക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ആൻറ്റി പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻറ്റി കൂടുതലും ബ്രദറിൻ്റെ വാക്കുകളാണ് വന്നത്. എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ ആളാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ്. പക്ഷെ എന്നാലും വിശ്വാസത്തിലും സ്നേഹത്തിലും ആയത് യേശുവിനോടുള്ള സ്നേഹം കൂടിയത് ബ്രദറിന്റെ പ്രസംഗത്തിലും വാക്കുകളിലൂടെയൊക്കെയാണ്. ആൻറ്റിയിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഉള്ളത്. ആൻറ്റി ഈ ബ്രദറിന്റെ മെസ്സേജുകൾ ഒന്നും മിസ് ചെയ്യത്തില്ല. ആൻറ്റി പറഞ്ഞ 5 വർഷത്തെ മെസ്സേജ് കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആൻറ്റിയുടെ ആ ഫെയ്ത്ത് എത്ര വലുതാണെന്ന് കരമടിച്ച് എല്ലാവരും വന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് ബ്രദറിന്റെ സന്ദേശങ്ങൾ ആൻറ്റി അനേകർക്ക് അയച്ചു കൊടുക്കും. അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലുകളായി തീരും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ നിങ്ങളോട് പറയുന്നു, ഈ സമയം തന്നെ ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റു പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്താട്ടെ. ബ്രദറിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അത്ഭുത വിടുതലുകളായി നമ്മുടെ ജീവിതത്തിൽ മാറാൻ പോവുകയാണ്, വലിയ സൗഖ്യങ്ങളായി മാറാൻ പോവുകയാണ്. അനേകം അനുഗ്രഹങ്ങൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ഉണ്ടായി. കർത്താവ് വലിയ കാര്യങ്ങൾ ആൻറ്റിയുടെ ജീവിതത്തിൽ ചെയ്തു. എനിക്ക് ഈ യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? യേശുപ്പൻ എന്താണ് നമ്മളെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആര് കൂടെ ഇല്ലെങ്കിലും യേശു ഉറപ്പായും കൂടെ ഉണ്ടാകും. ആ ഒരു ഉറപ്പുണ്ട്. ആരുമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും എനിക്ക് ഉണ്ട്. ആമേൻ. കൈകളെ തട്ടി ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നീനാൻറ്റി പറയുന്നത് ആൻറ്റിയുടെ ജീവിതത്തിൽ ഭവനം ഉണ്ടായതും ഹസ്ബൻഡിനുണ്ടായൊരു വിടുതലും പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളൊക്കെയാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. പ്രിയ സഹോദരങ്ങൾ, ഇതൊന്നും മാനിപ്പുലേറ്റഡ് അല്ല. ഇത് യേശുവിൻ്റെ അദൃശ്യ കരങ്ങൾ അനേകർക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് വെളിപ്പെട്ട് വരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ചേർന്ന് നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്.